ആകട്ടെ. ഉപകാരപ്രദമായ ഇബാദത്തുകളും പ്രവർത്തനങ്ങളും ചെയ്ത് അവന്റെ തൃപ്തി കരസ്ഥമാക്കുന്ന അടിമകളിൽ അല്ലാഹു തആല നമ്മെയും കുടുംബങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിലും റമദാനിന്റെ എല്ലാ റഹ്മത്തും മഗ്ഫിറത്തും ഇത്ഖും മിനന്നാറും ഒക്കെ കരസ്ഥമാക്കിയവരിലും അല്ലാഹു തആല നമ്മെയും കുടുംബങ്ങളെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ചർച്ച അവസാനിക്കാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ടൈമുകളിലൂടെയാണ് പോകുന്നത്. അതിൻ്റെ അവസാന ഭാഗമാണ്. അതിൽ ബഹുമാനപ്പെട്ട ഇമാം ഷിബിലി റഹ്മത്തുള്ളാഹി അലൈഹിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസും കൂടി ഇതിനോട് ചേർത്ത് വായിക്കുമ്പോഴാണ് നമ്മുടെ വിഷയം പൂർത്തിയാകുന്നത്. അതിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിലെ അഞ്ചാമത്തെ ഒരു വിഭാഗം വിഷയമാണ് നമുക്കിനി ചർച്ച ചെയ്യാനുള്ളത്. യുഹിബ്ബൂനൽ ഖൽഖ വയൻസൗനൽ ഖാലിഖ. ഖൽഖുകളെ, സൃഷ്ടികളെ വല്ലാതെ ഇഷ്ടം വെക്കുകയും സൃഷ്ടാവിനെ മറന്നു കളയുകയും ചെയ്യുന്ന ഒരു സമൂഹം വരാനുണ്ട്. സത്യത്തിൽ പറഞ്ഞാൽ നമ്മളെ കുറിച്ച് തന്നെയാണ് ആ പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ. സൃഷ്ടികളെ വല്ലാതെ ഇഷ്ടം വെക്കുന്നുണ്ട്, സൃഷ്ടാവിനെ മറന്നു കളയുന്നുണ്ട്. അഞ്ചാമത്തത് നബിതങ്ങൾ ഇത് മൂന്നെണ്ണം. ആദ്യം ദുനിയാവിനെ വിഷയം പറഞ്ഞു, ഖബറിന്റെ ജീവിതത്തിന്റെ വിഷയം, ബിൽഡിങ്ങുകളുടെ വിഷയം പറഞ്ഞു, സമ്പത്തിന്റെയും ഹിസാബിന്റെയും വിഷയം പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞാൽ അവസാനം സംഭവിക്കാൻ പോകുന്നത് എന്താ? അള്ളാഹനെ മറക്കലാണ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം. നമ്മൾ ആദ്യം പറഞ്ഞ എന്താ? ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു, മരണത്തെ മറക്കുന്നു. ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നു, ആഖിറത്തെ മറക്കുന്നു. സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നു, ഹിസാബിനെ, ചോദ്യോത്തരങ്ങളെ മറക്കുന്നു. ബിൽഡിങ്ങുകളെ ഇഷ്ടപ്പെടുന്നു, ഖബറുകളെ മറക്കുന്നു. ഇത് നാലും സംഭവിച്ചാൽ അള്ളാഹനെ മറക്കുന്നു. തിരിഞ്ഞില്ല. ഒന്നുകൂടി പറയാം. ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു, സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നു, പിന്നെ അടുത്തത് ബിൽഡിങ്ങുകളെ ഇഷ്ടപ്പെടുന്നു, പിന്നെ ഒന്നുകൂടി ഉണ്ട്, മറന്ന ജീവിതം, പിന്നെ ദുനിയാവ്, സമ്പത്ത്, ബിൽഡിങ്. ഈ നാലെണ്ണത്തിനെയും ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ തിക്തഫലം എന്താണ്? അള്ളാഹ് കൽബിന്ന് പോകുന്നു. ഇപ്പൊ തിരിഞ്ഞോ? ഇത് നാലെണ്ണത്തെയും നമ്മൾ ഇഷ്ടപ്പെട്ടാൽ അതിന്റെ ഫലം എന്താ ഉണ്ടാകുക? അനന്തര ഫലം അള്ളാഹ് കൽബിന്ന് പോകുന്നു. ഇനി നേരെ ഓപ്പോസിറ്റ് ഒന്ന് പറഞ്ഞു നോക്ക്. ആഖിറത്തെ ഇഷ്ടപ്പെടുന്നവർ, മരണത്തെ ആഖിറത്തെ നോക്കി ഓർക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവർ, മരണത്തെ ഇഷ്ടപ്പെടുന്നവർ, ഖബറിനെ ഇഷ്ടപ്പെടുന്നവർ, ഹിസാബിനെ ഇഷ്ടപ്പെടുന്നവർ, ഇത് നാലും ഇഷ്ടപ്പെട്ട അവന്റെ കൽബിൽ എന്തുണ്ടാവും? തീർന്നില്ലേ? ഇനി ഏത് കാറ്റഗറിയിലാണ് ഞാനും നിങ്ങളെന്ന് ചിന്തിച്ചാൽ മതി. എവിടെയാണ് നമുക്ക് പിഴവ് പറ്റിയത് എന്ന് ചിന്തിച്ചാൽ മതി. എവിടുന്നാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇലാഹി സാന്നിധ്യം നഷ്ടപ്പെട്ടത് എന്ന് ചിന്തിച്ചാൽ മതി. കാരണം കണ്ടെത്തിയ ഏതൊരു രോഗത്തിൻ്റെയും കാരണം കണ്ടെത്തിയാൽ അതിൻ്റെ ട്രീറ്റ്മെന്റുകളിലേക്ക് പോകണം എന്നാണ് അല്ലേ? കാരണം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തന്നു. മനസ്സിലായപ്പോൾ വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ശൈലി മനസ്സിലാവുന്നുണ്ടോ? എവിടെ പഴച്ചത് മനസ്സിലാവുന്നുണ്ടോ? എവിടെ അബദ്ധം പറ്റിയത് എന്ന് തിരിയുന്നുണ്ടോ? ഇതിൽ അവസാനത്തത് നമുക്ക് ഒന്നും കൂടി ചർച്ച ചെയ്യാനാണ്. ഖൽഖും ഖാലിഖും, സൃഷ്ടികളും സൃഷ്ടാവും. അത് ഭയങ്കര ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ഹൃദയത്തിലൊക്കെ ഒരുപാട് ആളുകൾക്ക് സ്ഥാനമല്ലേ? ഇല്ലേ? ഒരുപാട് ആളുകൾ നമ്മൾ ഈ ദുനിയാവിൽ ഇഷ്ടപ്പെടുന്നില്ലേ? ഇല്ലേ? ബന്ധം ഉണ്ടാതിരിക്കുന്ന ഉണ്ട്. ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് പറയാൻ പറ്റും എത്ര ആളുകളുണ്ട് നമ്മുടെ ഹൃദയത്തിൽ? പറയാൻ പറ്റില്ല. ഒരുപാട് ആളുകളുണ്ട്. ഇനി അടുത്ത ചോദ്യം, ഈ എല്ലാവരെയും തുല്യരായിട്ടാണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത്? ആണോ? അല്ലല്ലോ. ഉറപ്പല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഏറ്റ വ്യത്യാസം അവിടെ വന്നത്? ഒരു കൽബ് കൊണ്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, ഒരു കൽബ് കൊണ്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത് അല്ലേ? ആ സ്നേഹത്തിൽ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. മക്കളിൽ തന്നെ 5-6 ഉണ്ടെങ്കിൽ അതുണ്ടാവും, സഹോദരങ്ങളുണ്ടാവും, കുടുംബക്കാരുണ്ടാവും, അയൽവാസികളുണ്ടാകും, നാട്ടുകാരുണ്ടാകും, സാംസ്കാരിക നേതാക്കളുണ്ടാകും, രാഷ്ട്രീയ നേതാക്കളുണ്ടാകും,
പിന്നെ സെലിബ്രിറ്റികൾ ഉണ്ടാവും, സുഹൃത്തുക്കൾ ഉണ്ടാവും, എക്സെട്ര എക്സെട്ര. ഇത് ഒരുപാട് പറയാനുണ്ട്. ഇതൊക്കെ അല്ലേ, ഇവരൊക്കെ തുല്യരാണോ കൽബില്? അല്ലല്ലോ, ഉറപ്പല്ലേ? ഞാൻ എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ആൻസർ പറയണ്ട. ഞാൻ നിങ്ങളെ ഈ ആൻസർ പറയിപ്പിക്കുന്നുണ്ടാവട്ടെ, നിങ്ങളുടെ കൽബിൽ ഈ ഒരു ചിന്ത വരാൻ വേണ്ടിയിട്ടാ പറയുന്നത്, അല്ലേ? എന്തുകൊണ്ടാണ് ഇവർ നിങ്ങളുടെ കൽബിൽ, ഐ മീൻസ് എന്റെ കൽബിൽ വ്യത്യസ്തരായത്? എനിക്കൊരു ഉത്തരമുണ്ട്, ഇനി നിങ്ങൾ നിങ്ങളുടെ ഉത്തരം എന്ന് പറയണം. എന്തുകൊണ്ടാണ് വാപ്പിയും തുല്യരാണോ? ഭാര്യയും മക്കളും തുല്യരാണോ? അയൽവാസികളും സുഹൃത്തുക്കളും മറ്റുള്ളവരൊക്കെ തുല്യർ, ഒരേ കാറ്റഗറിയിലാണോ നമ്മൾ ഇവരെയൊക്കെയും സ്നേഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്? ആണോ? കാരണം എന്താ? കാരണം എന്താ? ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? ഈ ഏറ്റവും വ്യത്യാസം വരാനുള്ള കാരണം? രണ്ട് ചോദ്യത്തിനാണ് ഉത്തരം കിട്ടേണ്ടത്. പറഞ്ഞോളൂ, വെറുതെ ഇരിക്കാൻ പറ്റൂല. അത് കാരണം എന്താണ്? അതിനൊരു കാരണം ഉണ്ടാവൂലേ? ഇല്ലേ? ഒരു റീസൺ ഇല്ലാതെ വെറുതെ നമ്മൾ അങ്ങനെ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള സർവ്വെണ്ണത്തിന് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണ്ടേ? സർവ്വ ജനങ്ങൾക്ക്, ഈ മഹലിലുള്ള എല്ലാ ജനങ്ങളും നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? ഈ മഹലിൽ ഒരുപാട് പേരില്ല, ഒരു 500 പേരുണ്ട് എന്ന് സങ്കല്പിച്ചോ. ഈ 500 ആളുകൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? ഇല്ലല്ലോ. കുറച്ചാളുകളല്ലേ ഉള്ളൂ. ആ ആളുകൾ തന്നെ തുല്യരല്ലല്ലോ, ഏറ്റവും വ്യത്യാസമല്ലേ? അപ്പൊ അതിനൊരു കാരണമുണ്ട്. കാരണമൊന്നുമില്ലെങ്കിൽ എല്ലാവരും ഉണ്ടാകണം, എല്ലാവരും തുല്യരായിരിക്കണം. ഏറ്റവും വ്യത്യാസം പേരുടെ ഉറപ്പായിട്ട് കാരണം ഉണ്ടാവൂലേ? ഉണ്ട്. ഒന്നും കൂടി വരട്ടെ, ഒന്നും കൂടി ഇങ്ങോട്ട് വരട്ടെ. എന്ത് നന്മ? ആർക്കുള്ള നന്മ? അതാണ്, നമുക്കുള്ള ഗുണത്തിനനുസരിച്ച് നമ്മൾ ആളുകളെ ഇഷ്ടപ്പെടുന്നുള്ളൂ, സ്നേഹിക്കുന്നുള്ളൂ. തിരിഞ്ഞില്ല. നമുക്ക് ഗുണം കിട്ടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരെ മാത്രമേ നമ്മൾ സ്നേഹിക്കുന്നുള്ളൂ, ഇഷ്ടപ്പെടുന്നുള്ളൂ. അത് കിട്ടുന്നതിനനുസരിച്ചിട്ടാണ്. ആണോ അല്ലേ? അതിന് ഭാര്യ ആയിക്കോട്ടെ, വാപ്പായിക്കോട്ടെ, ഉമ്മ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മളിൽ അവരിലേക്ക് ഒരുപാട് നമുക്ക് താല്പര്യം വരുന്നത്, അവരോട് ഒരുപാട് നമുക്ക് ഇഷ്ടം തോന്നുന്നത് നമുക്ക് കിട്ടുന്ന ഗുണത്തിനനുസരിച്ചിട്ടാണ്. ഒരു മകൻ തന്നെയാണ്, തീരെ അനുസരണല്ല, ഒരു ഗുണവും ചെയ്യൂല, നമ്മൾ അവനെ സ്നേഹിക്കുമോ? ബാപ്പയാണ്, ചെറുപ്പം മുതൽ നമ്മളെ നോക്കിയിട്ടുമില്ല, നമുക്കൊന്നും തന്നിട്ടില്ല, പക്ഷെ നമ്മൾ ഉപ്പയാണ്, നമ്മൾ സ്നേഹിക്കുമോ? ഉമ്മയാണെങ്കിലും അങ്ങനല്ലേ, എല്ലാരാണെങ്കിലും അങ്ങനല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദുനിയാവിലെ ആളുകളെ ഇഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? സത്യം പറഞ്ഞാല് ആത്മാർത്ഥ എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇസ്ലാം പറയുന്നത് മറ്റൊരാളെ ഇഷ്ടപ്പെടാൻ വേണ്ടി, അതുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, തഹബ്ബ ഫില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടണം. എന്ന് പറഞ്ഞാൽ ദുന്യവീപരമായി ഒരു കാര്യലാഭങ്ങളോ നേട്ടങ്ങളോ പ്രതീക്ഷിക്കാതെ ഒരാളെ ഇഷ്ടപ്പെടണം എന്നാ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നബി തങ്ങൾ പറഞ്ഞത് അർശിന്റെ തണൽ ലഭിക്കാൻ കാരണം പറഞ്ഞതിൽ ഒന്നെന്താണ്? തഹബ്ബ ഫില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക. നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നത് എന്തിനാ? അള്ളാഹിന്റെ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ അവനിൽ നിന്നുള്ള ഒരു കാര്യം പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പൊ അത് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത ഉണ്ടായതുകൊണ്ടല്ലേ നബി തങ്ങൾ അങ്ങനെ പറഞ്ഞു. അല്ലെങ്കിൽ നമ്മളൊക്കെ ഉറപ്പല്ലേ അർശിന്റെ തണൽ കിട്ടൂലേ? നമ്മൾ എത്ര പേരെ സ്നേഹിക്കുന്നുണ്ട്? സ്നേഹിക്കണില്ലേ? നമ്മൾ ഒരുപാട്, അപ്പൊ എന്റെ പ്രായത്തിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. എന്റെ മേലെ പ്രായമുള്ളവരുണ്ട്, താഴെ പ്രായമുള്ളവർ സുഹൃത്തുക്കളുണ്ട്. അപ്പോ ഞാൻ അവരൊക്കെ സ്നേഹിച്ചതുകൊണ്ട് എനിക്കൊക്കെ അർശിന്റെ തണല് കിട്ടുമോ? അള്ളാന്റെ മാർഗത്തിലുള്ള സ്നേഹമാവണം. അള്ളാന്റെ മാർഗത്തിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ഈ വ്യക്തിയിൽ നിന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല, അങ്ങനെയുള്ള സ്നേഹം. അപ്പൊ അത് വളരെ കുറച്ച് ഗൗരവമുള്ളതാണെന്നാ പറയുന്നത്. അതൊക്കെയും പോകുന്നത് ഇങ്ങോട്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ നമ്മൾ ആരെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ അവരൊക്കെ നമുക്ക് എന്ത് വേണം? ഗുണം കിട്ടുന്നവരെ മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? അതേ സ്നേഹിച്ചിട്ടുള്ളൂ. അല്ലാത്തവരൊന്നും നമ്മുടെ ഹൃദയത്തിലില്ല. ഉണ്ടോ? ഇല്ലല്ലോ. നമുക്ക് നേട്ടം കിട്ടണം, പ്രത്യക്ഷത്തിൽ നേട്ടം കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്നവരാവണം അവർ. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനമുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്ത ആളുകൾ, ആ ആളുകളെ ഒരു പക്ഷെ നമ്മൾ ഇറക്കി വിടുമല്ലോ കൽബിന്ന്, അല്ലേ? നമ്മൾ നല്ല ഇഷ്ടമായിരുന്നു, ചതപ്പ് എനിക്ക് അയാളോട് താല്പര്യമില്ല, നമ്മൾ പറയാറില്ലേ? അതിന്റെ കാരണം എന്താ?
നല്ല ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പൊ നമുക്കതിന് താല്പര്യമില്ല, അയാളോട് നമുക്ക് ദാനം കൊണ്ടതൊന്നുമില്ല എന്നൊക്കെ നമ്മൾ പറയലുണ്ടല്ലോ. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഉള്ളതല്ലേ, അല്ലേ? അതിൻ്റെ ഒക്കെ കാരണം ഉണ്ടാവും. അതിൻ്റെ ഒക്കെ കാരണങ്ങൾ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയിരിക്കണം. അല്ല, നമുക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ചെയ്തില്ല, അല്ലേ? ഇന്നേ വരെ ഒരാള് നിസ്കരിക്കണില്ല, അല്ലെങ്കിൽ അവന്റെ നിസ്കാരം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടോ? ആരെയും ഉണ്ടോ? ഇല്ല. പിന്നെന്താ? നമ്മളോടുള്ള പെരുമാറ്റം, നമ്മളൊരാളിൽ നിന്നൊരു പെരുമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്, ഇല്ലേ? ആ രൂപത്തിലല്ലാതെ പെരുമാറിയാൽ, അല്ലെങ്കിൽ എന്നിൽ ഒരാൾ ഇങ്ങനെ സമീപിക്കണം, എനിക്ക് ഇങ്ങനെ ഇതുണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതല്ലാതെ സംഭവിച്ചാൽ എനിക്ക് അയാൾ പറ്റൂല. അതല്ലേ സത്യം? ഇതാണ് ഈ ദുനിയാവിൽ നമ്മൾ സൃഷ്ടികളെ സ്നേഹിക്കുന്നത് പറഞ്ഞാൽ കാര്യലാഭത്തിന് വേണ്ടി സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ ദുനിയാവിൽ ആരെ സ്നേഹിക്കണമെങ്കിലും എന്തെങ്കിലും ഒരു നേട്ടം വേണം എന്നുള്ളതാണ്, അല്ലേ? എങ്കിലും ഞാൻ നേട്ടത്തിലേക്ക് പോയിക്കോളൂ. ഈ ദുനിയാവിൽ നിന്ന് നമുക്ക് സൃഷ്ടികളിൽ നിന്ന് കിട്ടുന്ന നേട്ടങ്ങൾ എത്രയാണ്, ഏതൊക്കെയാണ്? നിങ്ങളൊന്ന് പറയാൻ പറ്റും? മറ്റൊരാളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ എന്തെങ്കിലും നേട്ടം എന്താ ഉണ്ടാക്കുക? സ്നേഹമൊന്നും നേട്ടമല്ല. സ്നേഹം നമ്മൾ കണ്ടുക്കണോ, ആസ്വദിച്ചുക്കണോ? നമ്മൾ സ്നേഹമൊന്നും ആസ്വദിച്ചിട്ടില്ല. സ്നേഹം വേറെയാണ്. സ്നേഹത്തിന്റെ അർത്ഥതലങ്ങളിൽ പോയി ആസ്വാദനം, സ്നേഹത്തിനൊരു ആസ്വാദനം ഉണ്ട്. നമ്മൾ ഇതുവരെ ഞാൻ പറയില്ല അള്ളാനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, മറ്റേ ഇവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാനല്ല, സ്നേഹത്തിനൊരു ആസ്വാദനം ഉണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇതുവരെ നമുക്ക് സ്നേഹം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. നമ്മൾ നമ്മുടെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, സ്നേഹത്തിന്റെ ആസ്വാദനം ഒന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ പേരിന് ഒരു ചടങ്ങ് പോലെ അങ്ങനെ പോവുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. അല്ലാതെ എന്തില്ല, യഥാർത്ഥത്തിൽ ഒരാള് ആത്മാർത്ഥമായിട്ട് സ്നേഹം എന്ന് പറയുന്ന ഒരു വേർഡിന് ഒരുപാട് അർത്ഥവ്യാപ്തി ഉണ്ട്. അതൊന്നും ഉൾക്കൊണ്ടിട്ടൊന്നുമല്ല നമ്മളിപ്പോ മക്കളായിക്കോട്ടെ, അപ്പൊ അവരിൽ നിന്ന് നമ്മളൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ നമ്മൾ ഇത്രയും മക്കളെ വാത്സല്യത്തോടെ സ്നേഹിക്കുന്നുണ്ട്, എന്താ നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? കുറച്ച് കഴിഞ്ഞാൽ എന്നെ അവർ നോക്കുന്നുള്ളതാ, അല്ലേ? ഞാൻ ഇങ്ങനൊക്കെ ചെയ്താൽ വലുപ്പാകുമ്പോ അല്ലെങ്കിൽ അവൻ പരിചരിക്കും. അതുകൊണ്ടല്ലോ ഇപ്പൊ നമ്മൾ വലുപ്പാകുമ്പോൾ ആളുകൾ പരാതി പറയുന്നതിൽ കൂട്ടത്തിൽ പറയുന്നത് എങ്ങനെ നോക്കിയാൽ എന്നെ തിരിഞ്ഞു നോക്കണില്ല. അപ്പൊ ഇത്രയും കാലം നമ്മൾ ചെയ്തത് എടുത്തു പറയില്ലേ? ആ ചെയ്തതൊക്കെ എന്തിനു വേണ്ടിയാണ് എന്നുള്ളതും പറയില്ലേ? അതാണ് ഇനി ഞാൻ ചോദിക്കുന്നത്. അതാണ് ഈ ദുനിയാവിൽ നിന്ന് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയൊരു നേട്ടം നിങ്ങൾ ഇതുവരെ അതിനെ കുറിച്ച് ചിന്തിച്ചിരിക്കണോ? നമ്മൾ ഒരുപാട് ആളുകളെ സ്നേഹിക്കുന്നത് നേട്ടത്തിന് വേണ്ടിയാണ്, അത് തർക്കമില്ലാത്ത വിഷയമാണ്, അല്ലെ? അതുകൊണ്ടാണ് അവരിൽ നിന്ന് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം കാണുമ്പോൾ നമ്മൾ അവർക്ക് എതിരാവുന്നത്, അല്ലെ? അവരുടെ ശത്രുവായി മാറുന്നത്, അവരുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ്? നമുക്ക് ഇഷ്ടമില്ലാത്ത ഒന്ന് പ്രവർത്തിച്ചു. ഞാൻ ചിന്തിക്കുന്നു, ഉദാഹരണം പറഞ്ഞാൽ ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളാണ്, എനിക്ക് താല്പര്യമുള്ള പ്രവർത്തനങ്ങളാണ്. അതിന് വിരുദ്ധമായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളെ താല്പര്യം ഉണ്ടാവില്ല, എനിക്ക് നിങ്ങളെതിരെ ദേഷ്യം വരിക, അല്ലെങ്കിൽ നിങ്ങളോട് എനിക്ക് വെറുപ്പ് വരിക, സംസാരിക്കാൻ തോന്നാതിരിക്കുകയാണ്, അല്ലേ? അപ്പൊ നിങ്ങളിൽ നിന്ന് ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ അല്ലേ? ആണോ? അല്ലേ? ആണ്. എന്നാൽ ഈ ദുനിയാവിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് നാം സ്ഥാനം കൊടുത്ത വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും അല്ലെങ്കിൽ ഈ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ട്, ഇവരിൽ നിന്ന് കിട്ടിയ ഒരു നേട്ടം ഒന്ന് ആലോചിച്ചിട്ടൊന്ന് പറയാൻ കഴിയുമോ? എനിക്ക് തന്നെ നേട്ടം കിട്ടിയിട്ടുണ്ട്. എന്ന് പറയണമെന്നില്ല, ആലോചിച്ചിട്ട് നിങ്ങൾ കൽബിൽ വെച്ചാൽ മതി അതിന്റെ ഉത്തരം. ഇനിയിപ്പോ പെട്ടെന്ന് ചോദിക്കും പുസ്തകങ്ങൾ, അങ്ങനെ പെട്ടെന്ന് വൺ വേർഡ് ക്വസ്റ്റ്യൻ വൺ വേർഡ് ആൻസർ, അല്ലേ? ഒരു ചിന്തിക്കാനുള്ള ഒരു ടൈം നമുക്ക് സമയം കുറവാണ്. ആലോചിച്ചിട്ടൊരു മറുപടി. ഈ ദുനിയാവിൽ നിന്ന്, സൃഷ്ടികളിൽ നിന്ന് നമുക്ക് കിട്ടിയ നേട്ടങ്ങൾ എന്തൊക്കെ നേട്ടങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? അതിന് ആൻസറുകൾ കണ്ടെത്തുമ്പോൾ അള്ളാഹ് ആരാന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തുമ്പോൾ അത് നിങ്ങൾ സ്വയം കണ്ടെത്തണ്ട, ഞാൻ പറഞ്ഞ ഉത്തരം തരില്ലല്ല. നമ്മൾ ഈ കുട്ടികളൊക്കെ പഠിക്കുന്ന സമയത്തിലെ ടീച്ചർമാര് ചോദ്യം കൊടുക്കും. അപ്പൊ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യും? ചോദ്യം കൊടുക്കും. എന്നിട്ട് ഇത് സ്വയം കണ്ടെത്തിയിട്ട് വരാൻ പറയും. ഈ സ്വയം കണ്ടെത്തുന്ന എന്തിനാ? പിന്നെ ജീവിതത്തിൽ അവരത് മറക്കൂല. അതിൻ്റെ ഉത്തരത്തിലേക്ക് സ്വയം അവര് ചെന്നെത്തുമ്പോൾ അവരുടെ പഠനത്തിൽ ഭയങ്കര ഇതുണ്ടാകും, ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും. നേരെ മറിച്ച് മറ്റൊരാളുടെ സഹായമാകുമ്പോൾ അത് കേട്ടിങ്ങനെ എഴുതും, എന്താ എഴുതിയത് തന്നെ ചിലപ്പം പിടുത്തുണ്ടാവില്ല. ഈ നമ്മുടെ മുമ്പൊക്കെ ഞാൻ ഈ റമദാനുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ നടത്താതിരുന്നതാണ്. റമദാനൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ മുമ്പ് നിന്ന മഹല്ലുകളിലൊക്കെ എന്ത് ചെയ്യലുണ്ട്, നമ്മൾ ഒരു ക്വിസ് പരിപാടികൾ നടത്താറുണ്ട്. ഓരോ ദിവസം റമദാനിൽ ഓരോ ദിവസം ഓരോ ചോദ്യങ്ങൾ
നമ്മൾ ഗ്രൂപ്പിലിടും, അതിൽ ആൻസർ കണ്ടെത്താം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു അറിവ് പല രൂപത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളുകളിലേക്ക് അറിവുകൾ എത്തിക്കാൻ പറ്റും. പല രൂപത്തിലും നമുക്ക് പറ്റും. ചിലപ്പോൾ നമ്മൾ തന്നെ അറിയാതെ നമ്മളിലേക്ക് ഓരോ അറിവുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെയാണ്. പക്ഷെ ഇത് കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താ പറഞ്ഞാൽ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ വിളിക്കും അടുത്ത പരിചയമുള്ള ഉസ്താദിനോട്, ഉസ്താദെ ഒരു ചെറിയ ഹെൽപ്പ്, എന്താ സുഖമല്ലേ? സുഖമാണ്, എന്നിട്ട് ഇതിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ കണ്ടെത്തിയിട്ട് ആൻസർ കണ്ടെത്തി സമ്മാനം വാങ്ങലല്ല. പിന്നെയോ നമ്മൾ സ്വയം കണ്ടെത്തുമ്പോൾ ആ കണ്ടെത്തലിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അപ്പൊ ഇതിനുള്ള ആൻസർ നിങ്ങൾ കണ്ടെത്തണം സൃഷ്ടികളിൽ നിന്ന്, ദുനിയാവിൽ നിന്ന്, സൃഷ്ടികളിൽ നിന്ന്, നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന്. നേട്ടം എന്നതുകൊണ്ട് പറയുന്നത്, ഒരു വിഷയത്തെ നേട്ടം എന്ന് പറയുന്നത് എന്തിനാ? ഒരു വിഷയത്തെ നേട്ടം എന്ന് പറയുന്നത് അതും കൂടി ആദ്യം പറഞ്ഞതല്ലേ. നമുക്കൊരു നേട്ടമുണ്ട്, നേട്ടം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഗുണമുണ്ടായി എന്ന് പറയും. ഒരു വിഷയത്തെ ഗുണം എന്ന കാറ്റഗറിയിൽ പെടുത്തണമെങ്കിൽ അതിന് കുറച്ച് നിബന്ധനകളുണ്ട്, ഇല്ലേ? ഒരു വിഷയത്തിൽ ഒന്ന്, നമ്മൾ അതിൽ തൃപ്തനായിരിക്കണം. രണ്ടാമത്തത്, നമുക്കത് എന്നൊന്നും നിലനിന്ന് കിട്ടണം, ഇല്ലേ? ഞാൻ പറഞ്ഞു എനിക്കൊരു നേട്ടമുണ്ട്. എന്താണ്? അവൻ എൻ്റെ അടുത്ത് 1000 റുപ്യ തന്നു, ഇല്ലേ? 1000 റുപ്യ എനിക്ക് തന്നു, ഒരു നേട്ടം ഉണ്ടായി എന്ന് പറയാം. പക്ഷെ ആ 1000 റുപ്യക്കുള്ള നന്ദി എത്ര ദിവസം ഉണ്ടാവുള്ളൂ? അത് തീരുന്നത് വരെ ഉണ്ടാവും. ശരിയല്ലേ? ആണോ? അല്ലേ? അത് കഴിഞ്ഞ് അതെന്താ 1000 റുപ്യ, അത് എപ്പോഴോ ചെലവായി പോയി, അത്രേ ഉള്ളൂ, അത് വലിയ നേട്ടമൊന്നും നീ പറയണ്ടെന്നാ പറയാ. പിന്നെ നമ്മൾ പറയുന്നത് എന്താ? അത് വലിയ നേട്ടമായിട്ടൊന്നും പറയുന്നത് 1000 റുപ്യല്ലേ തന്നെ, എന്തിനാ തേഞ്ഞ്? അപ്പൊ നേട്ടം എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമായി കിട്ടണം. സ്ഥിരം എന്ന് പറയാൻ എപ്പോഴും 1000 കിട്ടുന്നല്ല, അതെന്നും നിലനിന്ന് കിട്ടണം. നിലനിന്ന് കിട്ടുന്ന ഒരു നേട്ടം, അതിനാണ് നേട്ടം എന്ന് പറയുക. എല്ലാ താൽക്കാലിക 1000 തന്നു, 2000 തന്നു, അതൊക്കെ നമ്മൾ ആ തരുന്ന സമയത്തിൽ ഒരു നന്ദി പ്രകടനം എന്നതിലുപരി നമ്മൾ ആരോടെങ്കിലും കാട്ടിക്കണം. ഇന്ന് വരെ കാട്ടിക്കണോ? ഇല്ല. പിന്നെ നമുക്ക് കിട്ടിയതൊക്കെ എന്താണ്? നമ്മളുടെ കഴിവ് കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്നവരുമാണ്. അപ്പൊ നേട്ടം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നിലനിന്ന് കിട്ടുന്ന ഒരു ഗുണങ്ങൾ ആരിൽ നിന്നെങ്കിലും കിട്ടിയതായിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ഉത്തരം കണ്ടെത്തണം. എങ്കിലേ അള്ളാഹ് ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? ഇനി അങ്ങനെ കിട്ടിയിട്ടില്ല ഉസ്താദ്, അങ്ങനെ ഒരാളും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല, അങ്ങനെ എനിക്കൊരു ഗുണം ചെയ്തു എന്ന് പറയാൻ പറ്റുന്ന ആളുകൾ എന്നാ പറയുമ്പോൾ, ഞാൻ ഗുണത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തരെയും താൽക്കാലിക കാര്യലാഭത്തിന് വേണ്ടിയാണ് സ്നേഹം. നമ്മൾ ഇതുവരെയും സ്നേഹിച്ചത് ആരാണ്? താൽക്കാലിക കാര്യലാഭത്തിന് വേണ്ടിയാണ്. അതല്ലാതെ നമ്മൾ ആരെയും സ്നേഹിച്ചിട്ടില്ല, ഇഷ്ടപ്പെട്ടിട്ടില്ല. സ്ഥിരമായിട്ടൊരു നേട്ടത്തിനും ഗുണത്തിനും വേണ്ടി ആ സ്ഥലത്തിലാണ് റബ്ബിന്റെ മഹാത്മ്യം എന്താണെന്നും ഇലാഹാരാണ് എന്നും നമുക്ക് കിട്ടിയ നേട്ടങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ അള്ളാഹ് എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിലേക്ക് തെളിഞ്ഞു വരും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു. അത് ഇതുവരെ നമുക്ക് ആരെ മനസ്സിലായിട്ടില്ല? അള്ളാഹിനെ മനസ്സിലായിട്ടില്ല. മനസ്സിലാകാത്തതിന്റെ കാരണങ്ങളിൽ ഒന്നെന്താ? ഇത്യാദി വിഷയങ്ങളാണ്. അതിലുള്ള കാരണങ്ങൾ കൂടുതൽ അതൊന്ന് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തൊരു വിഷയമാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങളൊന്ന് കണ്ടെത്തി വരണം. എന്നിട്ട് നമ്മുടെ ചർച്ചയോട് അവസാനിപ്പിക്കുക. ഇതിനോടുകൂടെ ഇമാം ഷിബിലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്ര ഒരു ഹദീസ് കൂടി ചേർത്ത് വായിക്കാണ്ട്, അപ്പോഴാണ് ഈ പറയപ്പെട്ട ഹദീസിൽ പൂർണ്ണത കിട്ടുകയുള്ളൂ. ഈ ഹദീസിൽ പൂർണ്ണ, അതിൻ്റെ ഇടയിൽ നമുക്ക് ആഖിറത്തെ കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട്, ഖബറിനെ കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട്, പിന്നെ ഹിസാബിനെ കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട്. ഹിസാബ് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ കോലത്തിലാണ് ഉണ്ടാകുക എന്നുള്ളത് ചർച്ച ചെയ്യാനുണ്ട്. ആ ചർച്ചകളൊക്കെ ക്ലിയർ ആയാൽ അവിടെ ആരെ തെളിയും? അള്ളാഹനെ കാണും. അള്ളാഹിന്റെ ഒരു ലിഖാഇൽ നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അതിലൂടെയുള്ള ഒരു 2 വഴികളാണുള്ളത്. ഏത് വഴിയിലാണ് നമ്മളുള്ളത് എന്ന് നോക്കണം. ആ വഴിയിൽ നിന്ന് മറ്റൊരു വഴിയിലേക്ക് മാറി സഞ്ചരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം. ഓരോ വഴിയിലുമുള്ള അപകടങ്ങളും അപാകതകളും എന്താണെന്ന് എനിക്ക് തീരെ അറിവില്ലാത്ത ഞാനുള്ള അറിവ് വെച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചിന്തിച്ചാണ് എത്തം. അല്ലാതെ ഒരിക്കലും നമ്മൾ നിർബന്ധിച്ച് തള്ളി പിടിച്ചിട്ട് നിങ്ങൾ എത്തിച്ചിട്ട് കാര്യമല്ല. അതൊരല്പസമയം നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കും. ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ നിങ്ങളുടെ കൽബിലിട്ടിട്ട് ആലോചിച്ചു നോക്കും. അപ്പൊ ആലോചിക്കുമ്പോൾ റബ്ബിന്റെ സ്ഥാനം നമ്മുടെ ഹൃദയത്തിൽ എവിടെയായിരുന്നു എന്നും, എന്നാൽ എത്രമേൽ സ്ഥാനം അർഹിക്കുന്ന ആളാണ് റബ്ബ് എന്നും ഒക്കെ നമുക്ക് ബോധ്യപ്പെടുള്ളൂ. കാരണം വാപ്പാട ത്യാഗം, നമുക്ക് ചെയ്ത വാപ്പാട ത്യാഗം എന്താണെന്ന് അറിഞ്ഞെങ്കിലേ ആ കൽബിൽ വാപ്പുണ്ടാവുള്ളൂ, ഇല്ലേ?
അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചെറുപ്പം മുതൽ നമ്മൾ നോക്കുക പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ആ വാപ്പയാണെങ്കിലും ആ വാപ്പാന്ന് നമ്മളിപ്പോ പറയും ഉപ്പയായതുകൊണ്ടാണ് നമ്മൾ സ്നേഹിച്ചത് അല്ലേ, എങ്കിൽ നമ്മളെ ചെറുപ്പം മുതൽ പരിചരിക്കുക, നമുക്കൊന്നും വാങ്ങിത്തരിക ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഒരാളെ നമ്മൾ സ്നേഹിക്കുമോ? അങ്ങനെ എത്ര ആളുകളുണ്ട് ചെറുപ്പത്തിൽ ഇട്ടിട്ട് പോയത് തിരിഞ്ഞു നോക്കാത്ത ആളുകൾ. ഇനി ഉണ്ടെങ്കിൽ തന്നെ ചെറുപ്പത്തിൽ ചെയ്താൽ തന്നെ ധിക്കരിക്കുന്ന ആളുകൾ ഇല്ലേ? അതെന്തുകൊണ്ടാ? അവരുടെ ത്യാഗങ്ങൾ എന്താണ്, അവർ നമുക്ക് ചെയ്തത് എന്താണെന്ന് നമ്മൾ അറിയാത്തത് കൊണ്ടാണ് അല്ലേ? അതുകൊണ്ടാണ്. ഇപ്പോഴൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളോട് ഉപ്പ ചെയ്ത ത്യാഗം. ഇപ്പൊ നമ്മളിപ്പോ അധികം ആളുകളും മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ ആളുകളായിട്ട് ജീവിച്ചിരിക്കുന്നു. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു തആല സ്വർഗം നൽകുമാറാകട്ടെ. ഓരോ വിഷയത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴല്ലേ നമ്മുടെ ഉപ്പ അനുഭവിച്ച ത്യാഗം എത്രയെന്ന് നമ്മൾ മനസ്സിലാകുന്നത്. അപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ അവർ തെളിഞ്ഞു വരുന്നില്ലേ? ഇല്ലേ? ഇപ്പൊ അവരിൽ നിന്ന് നമുക്ക് എന്ത് നേട്ടാ കിട്ടാൻ? ഇപ്പൊ നമ്മുടെ വാപ്പയിൽ നിന്ന് ഇപ്പൊ മരണപ്പെട്ടു പോയി, എന്റെ വാപ്പ മരിച്ചിട്ട് 14 വർഷം കഴിഞ്ഞു. ഇപ്പോ എന്റെ വാപ്പയിൽ നിന്ന് എനിക്ക് എന്ത് നേട്ടാണ് കിട്ടുന്നത്? ഉണ്ടോ? പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ വാപ്പാനെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ആ വാപ്പ എന്നുള്ള അതിലൂടെ സഞ്ചരിച്ചു പോകുമ്പോഴാണ് എൻ്റെ ഉപ്പ സഹിച്ച ത്യാഗം എത്രയാണെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നത്. എന്നിൽ എൻ്റെ ഉപ്പ എത്രത്തോളം കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുന്നത്. ആ ബോധ്യപ്പെടുന്നതിൽ ഇപ്പൊ ഞാൻ സ്നേഹിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ മക്കളോട് ഓരോ വിഷയങ്ങൾ പറയും. നിങ്ങൾ ആകെ ഉപ്പാൻ എന്തെങ്കിലും വേണ്ടി ചില സമയത്ത് നേരത്തെ നമ്മൾ തറാവിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും, വിളിക്കൂല. അപ്പൊ പിറ്റേ ദിവസം പറയാം, നിങ്ങൾക്ക് ഉപ്പാനെ വേണ്ടത് എന്താ? ഒന്നിരിക്കൽ പേന ആവശ്യം വരണം, അല്ലെങ്കിൽ പെൻസിൽ ആവശ്യം വരണം, അല്ലെങ്കിൽ അങ്ങനെ ആവശ്യം വരണം. അന്നാ ഉപ്പച്ചയെന്ന് പറഞ്ഞത് ഓർമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ ഓർമ്മ ഉണ്ടാവുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ മക്കൾ എന്തെങ്കിലും ഒരു വിഷയം നിങ്ങളോട് പറഞ്ഞത് ഇന്നേ പോലെ എന്താ ഉപ്പ സുഖാണോ എന്ന് ചോദിച്ചിക്കണോ? ഇപ്പൊ ജീവിച്ചിരിക്കണ മക്കള് ചോദിച്ചിക്കണോ? ഗൾഫിലുള്ളവർ വിളിക്കുമ്പോൾ എന്തെങ്കിലും ഫസ്റ്റ് ഒരു ആലങ്കാരികമായിട്ട് ഹലോ അസ്സലാമു അലൈക്കും എന്തൊക്കെ വിശേഷം സുഖല്ലേ, അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുമ്പോൾ ചോദിക്കണം ഹലോ അസ്സലാമു അലൈക്കും എന്തൊക്കെ വിഷയം സുഖല്ലേ എന്ന് ചോദിക്കാന്നല്ലാതെ അല്ലാത്തൊരു വിഷയം ചോദിച്ചിക്കണോ? പിന്നെ വിളിക്കും, പിന്നെ ഇപ്പൊ ഞാൻ വിളിച്ചതേ മറ്റേ കാര്യം ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അത് ചെയ്യണം കേട്ടോ, അതല്ലാതെ ഉണ്ടോ? അപ്പൊ ഇപ്പൊ നമ്മളെ മക്കളൊക്കെ സത്യത്തിൽ സ്നേഹിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തിനാ? ഒരു കാര്യമില്ല. അതല്ലാതെ അറിഞ്ഞ് നമുക്ക് ചെയ്ത ത്യാഗങ്ങൾ അറിഞ്ഞ് കൽബിന്റെ ഉള്ളിൽ നിന്ന് അവരോട് സ്നേഹം വരണമെങ്കിൽ അവര് നമുക്ക് ചെയ്തത് എന്താണ് എന്ന് ഇപ്പൊ നമ്മളത് അറിയുന്നുണ്ട് ഇല്ലേ? അതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയി പതിറ്റാണ്ടുകളായിട്ട് പോലും നമ്മുടെ ഹൃദയത്തിൽ ഒരു കണ്ണീരോടെയല്ലാതെ വേദനയോടെയല്ലാതെ അവരുടെ മുഖം തെളിഞ്ഞു വരുന്നില്ല അല്ലേ? പക്ഷെ ഇപ്പൊ അവരിൽ നിന്ന് നമുക്ക് നേട്ടം കിട്ടിയിട്ടാണ് സ്നേഹിക്കുന്നത്. ആണോ? നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ അവർ പറയുമ്പോൾ ഒരു വിങ്ങലില്ലേ? അതാണ് ആത്മാർത്ഥമായ സ്നേഹം. ഒരു നീറ്റലില്ലേ? ഇപ്പോൾ എന്നെ എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ അവരൊന്ന് പരിചരിക്കാമെന്ന് തോന്നുന്നില്ലേ? അതാണ് സ്നേഹം. അതെന്തിനു തോന്നി? ആ തോന്നൽ എങ്ങനെ വന്നു? അവര് നമുക്ക് ചെയ്ത ത്യാഗങ്ങൾ ഇപ്പോഴാണ് നമുക്ക് ബോധ്യപ്പെട്ടത്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന നമ്മുടെ മക്കൾക്ക് ഇപ്പൊ ബോധ്യപ്പെടുന്നുണ്ടോ? ഇല്ല. അന്ന് വരെയിരുന്നു നമ്മളും. പക്ഷെ ഇപ്പൊ നമുക്ക് ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെടൽ, ആ സ്ഥാനത്ത് അള്ളാനെ കൊണ്ടുവന്ന് നോക്കിയേ. അതാ മഹാന്മാരായ ആളുകളൊക്കെ കരഞ്ഞത്, അള്ളാനെ കുറിച്ച് ഓർക്കുമ്പോ അവന്റെ മുമ്പിൽ ലജ്ജിച്ച് നിന്നത്. കാരണം അത്രമേൽ ചെയ്തു തന്നിട്ടുണ്ട്. ഇത് വാപ്പ നമുക്ക് ചെയ്തു തരുന്നത് മകൻ എന്നുള്ള അടിസ്ഥാനത്തിലാണെങ്കിൽ അള്ളാഹ് എന്തടിസ്ഥാനത്തിലാ ചെയ്തു തന്നത്? എന്തടിസ്ഥാനത്തിലാ ചെയ്തു തന്നത്? അതുകൊണ്ടാണ് മഹാന്മാരായ ആളുകളൊക്കെ റബ്ബിനോ ചോദിക്കാൻ ദുആ ചെയ്യാൻ വേണ്ടി. കാരണം എങ്ങനെ ഞാൻ ചോദിക്കും? നമ്മള് പറയില്ലേ, ഞാൻ കുറെ ആളുകളെ കൂട്ട് ആളോട് എങ്ങനെ ഞാൻ ചോദിക്കും? എനിക്കൊരു ലജ്ജല്ലേ? കാരണം അള്ള ചെയ്തു തന്നതിന്റെ വലുപ്പം എത്രയെന്ന് മനസ്സിലാക്കുമ്പോ സ്വയം ആളുകൾ എന്ത് ചെയ്യാണ്? താഴ്മയിൽ നിന്നിട്ട് ഇതായി മഹാന്മാർ അങ്ങനെ കണ്ടെത്തിയത്, ആരിഫ്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയത്. അള്ളാനെ ആരിഫ് എന്ന് പറഞ്ഞാൽ അള്ളാനെ മനസ്സിലാക്കിയ ആളുകൾ മനസ്സിലാവുമ്പോ ആ ത്യാഗങ്ങൾ എന്താണെന്ന് ബോധ്യപ്പെടണം. അപ്പൊ അതിനുള്ള ഉത്തരം കൂടി നിങ്ങൾ കണ്ടെത്തിയാൽ ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി തരങ്ങളിലൂടെ നമ്മൾ ചർച്ചയിലേക്ക് പോകാം. ബാക്കി ഇതിനോടുകൂടെ ഇമാം ഷിബിലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതം 2 ഘട്ടങ്ങളിലാണ് ഉണ്ടായത്. ഒന്ന്, ഇമാം ഷിബിലി റഹ്മത്തുള്ളാഹി അലൈഹി മറ്റൊരു വലിയ പണ്ഡിതനാണ്, അതുപോലെ തന്നെ ഒരു വലിയാണ്. ആ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് മഹാനവറുകൾ സാധാരണ നമ്മളൊക്കെ പോലെ ജീവിച്ച ഒരു ജീവിതമാണ്. ആ ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയ നിബിധങ്ങളുടെ ഒരു ഹദീസുണ്ട്. ആ ജീവിതത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച നിബിധങ്ങളുടെ ഒരു ഹദീസുണ്ട്. അത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ വിഷയം തന്നെയാണ്. ദുനിയാവിനെ കുറിച്ചും ആഖിറത്തെ കുറിച്ചും പിന്നെ അള്ളാഹിനെ കുറിച്ചും നരകത്തെ കുറിച്ചും ഈ 4 വിഷയങ്ങൾ നിബിധങ്ങൾ പറയുന്ന ഒരു ഹദീസുണ്ട്. എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണുന്നുണ്ട്,
നീ ദുനിയാവിൽ നീ അധ്വാനിച്ചോ. നമ്മളിപ്പോ പറയില്ല സമ്പത്ത് ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ നേരത്തെ ദുനിയാവിന്റെ വിഷയം പറഞ്ഞു. നിനക്ക് ആവശ്യമുള്ളത് നീ സമ്പാദിക്കും. നിബിധങ്ങൾ പറയുകയാണ്, നിനക്ക് ആവശ്യമുള്ളത് നീ ചെയ്തോ. ആഖിറത്തിൽ നിനക്ക് എത്ര വേണം അതിനനുസരിച്ച് നീ അധ്വാനിച്ചോ. അള്ളാനെ നിനക്ക് എത്ര വേണം അതിനനുസരിച്ച് നീ അള്ളാനെ സ്നേഹിച്ചോ. നരകം നിനക്ക് എത്ര സഹിക്കാൻ കഴിയുമോ അതിനനുസരിച്ച് നീ തെറ്റ് ചെയ്തോ. പറഞ്ഞു മനസ്സിലായില്ല? ദുനിയാവ് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത്? എത്ര വേണം ദുനിയാവ്? നിങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ എത്ര ദുനിയാവ് ആവശ്യം വേണം? ഇപ്പൊ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഇവിടെ ഞാനൊരു ബിൽഡിങ് നിറച്ച് സമ്പത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ എത്ര വേണം? വേണ്ടത് നിങ്ങൾ എടുത്തോളൂ. ഇവിടെ ജീവിക്കാനേ എത്ര വേണം? വേണ്ടത് എടുത്തോളൂ. നിബിധകൾ പറയാൻ നമ്മളോട്. അതേപോലെ ആഖിറത്തിലേക്ക് നിങ്ങൾക്ക് ജീവിക്കാൻ എത്ര വേണം അതിനനുസരിച്ച് നിങ്ങൾ എടുത്തോളൂ. ആഖിറത്തിന് വേണ്ടതും എടുത്തോളൂ. പിന്നെ അള്ളാനെ നിങ്ങൾ കൂട്ടുന്നത് എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് അള്ളാനെ ആവശ്യമുള്ളത്? മനസ്സിലായില്ല? ഉദാഹരണം പറഞ്ഞാൽ ഭാര്യനെ എപ്പോഴൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഭാര്യനെ പരിഗണിച്ചാൽ മതി. മക്കൾ എപ്പോഴൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് മക്കളെ പരിഗണിക്കുക. സുഹൃത്തുക്കൾ എപ്പോഴൊക്കെയാണ് നമുക്ക് ആവശ്യം വരിക അതിനനുസരിച്ച് സുഹൃത്തുക്കളെ പരിഗണിക്കുക. അല്ലേ? എന്ന പോലെ അള്ളാനെ നമുക്ക് എപ്പോഴൊക്കെയാണോ ആവശ്യമുള്ള സമയത്ത് മാത്രം അവനെ പരിഗണിച്ചാൽ മതി. വിധങ്ങൾ പറഞ്ഞതാണ്, അവസാനം പറഞ്ഞതാണ് നരകം. നിങ്ങൾക്ക് എത്ര അവിടെ സഹിക്കാൻ കഴിയുമോ അതിനനുസരിച്ച് നിങ്ങൾ തെറ്റ് ചെയ്തോ, ഒരു പ്രശ്നവും ഇല്ല നബിതങ്ങൾ പറയാം. ഇനി ഓരോന്നും എടുത്തൊന്ന് ചർച്ചക്ക് വരാം. ദുനിയാവിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എത്രയാണ് നമ്മൾ ജീവിക്കുന്നത് അതിനനുസരിച്ച് എടുത്തോന്നാ പറയുന്നത്. എന്തുറപ്പിൽ നമ്മൾ എടുക്കും? എടുത്തിട്ടൊന്ന് അങ്ങോട്ട് തിരിയുന്ന ഉറപ്പുണ്ടോ? ഇമാം ഷിബിലി ചിന്തിച്ചതാ, ഞാൻ ദുനിയാവൊക്കെ അധ്വാനിക്കണം, എനിക്ക് ആവശ്യമുള്ളത് എത്രയാണ്? അപ്പൊ പിന്നെ ഞാൻ എന്താ അധ്വാനിക്കുക? ഇമാം ഷിബിലി അതിനെ ഒന്നുകൂടി വിശദീകരിക്കാണ്, ഞാൻ ചുരുക്കി പറയാണ്, ഇതിനോട് കണക്ട് ചെയ്ത് പറയാം. രണ്ടാമത്തെ ആഖിറത്തിനെ കുറിച്ച് വേണം. ആഖിറത്തിൽ എത്ര വേണം അതും അറിയോ നമുക്ക്? ദുനിയാവില് 1 രൂപ കിട്ടിയാലും ചിലപ്പോൾ തിരിയുമ്പോൾ അത് നഷ്ടപ്പെടും. നമ്മളങ്ങ് തീർന്നില്ലേ? നേരെ മറിച്ച് ആഖിറത്തിൽ അങ്ങനത്തെ ഒരു വീഴ്ച ഉണ്ടോ? വീഴ്ച എന്ന് പറഞ്ഞാൽ മീൻസ് മരണം. അപ്പൊ ദുനിയാവിൽ ഞാൻ ഇവിടുന്ന് ഒരു ഉദാഹരണം പറയാം, 1 ലക്ഷം എടുത്ത് തിരിയുമ്പോൾ തന്നെ ഞാൻ വീണു. അപ്പൊ എനിക്ക് ദുനിയാവിൽ ജീവിക്കാൻ സത്യം പറഞ്ഞാൽ പൈസന്റെ ആവശ്യമില്ല. ആഖിറത്തിലോ അവിടെ ഒരു മരണമല്ല. 1 ലക്ഷം മതിയാവോ? 2, 5, 10 അതിനനുസരിച്ച് എടുത്തോ. എത്ര വേണ്ട ആഖിറത്തില്? അവിടെ എത്ര കാലം ജീവിക്കണത് നമുക്ക് നോക്കണം. അതിനനുസരിച്ച് നമ്മൾ സമ്പാദിക്കണം. ഇമാം ഷിബിലി റഹ്മത്തുള്ളാഹി അലൈഹി ചിന്തിച്ചത് അതാണ് നബി തങ്ങളുടെ ഈ ഹദീസ്. അതേപോലെ അള്ളാഹിനെ ഏത് നിമിഷത്തിലാണ് നമ്മുടെ ലൈഫിൽ നിന്നൊന്ന് മാറ്റിവെക്കാൻ കഴിയുക? അപ്പൊ ഈ വിഷയങ്ങളും കൂടി ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ചർച്ച അവിടെ പൂർത്തിയാവും. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ റബ്ബിനെ തെളിഞ്ഞു വരണം. അതിനെന്ത് വേണം? ഈ കേട്ടിങ്ങനെ ഇരുന്നിട്ട് പോയിട്ട് കാര്യമില്ല, നിങ്ങൾ ചിന്തിക്കണം. ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഇൻഷാ അല്ലാഹ് നമുക്ക് കണ്ടെത്താൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റഹ്മാനുർ റഹീമായ റബ്ബേ, നമ്മൾ പറഞ്ഞതും കേട്ടതും ഒക്കെ ഒരു സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ത്വഅത്തിലായി ദീനീ ഖിദ്മത്തിലായി ദീർഘകാലം ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. റഹ്മാനുർ റഹീമായ റബ്ബേ, പരിശുദ്ധ റമദാനാണ്. ഒരുപാട് അപാകതകളും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ഞങ്ങളോട് ബന്ധപ്പെട്ടവർ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവർക്കൊക്കെ നീ പുറത്തു നൽകണേ റഹ്മാനെ. അവശേഷിക്കുന്ന ദിനങ്ങളും ജീവിതങ്ങളും പാപമുക്തമാക്കി മാറ്റാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബിൽ ഈമാനിന്റെ പ്രഭ നൽകണം റഹ്മാനെ. അല്ലാഹു, എല്ലാ അർത്ഥത്തിലും പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഞങ്ങളെയും കുടുംബങ്ങളെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നിന്റെ റഹ്മത്തും മഗ്ഫിറത്തും ഇഅ്തിഖും മിനന്നാറിൽ നിന്ന് ഈ പാപികളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ നമ്മളിവിടെ മദ്രസയിൽ ക്ലാസ് തുടങ്ങിയ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മക്കളെ വിടുന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ക്ലാസ്